മലപ്പുറം പാണ്ടിക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായിയെ കണ്ടെത്തി. കൊല്ലം ജില്ലയിൽ നിന്നാണ് ഷമീറിനെ പോലീസ് കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പിടികൂടി. വിവരങ്ങളുമായി ശിവദാസ് കന്മനമുണ്ട്. ശിവദാസ്, മലപ്പുറത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ വ്യക്തിയെ കൊല്ലത്ത് നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഇദ്ദേഹം പോലീസിന് എന്തെങ്കിലും മൊഴി നൽകിയിട്ടുണ്ടോ? പോലീസ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്താണ്? രാഖി, ഇന്ന് രാവിലെയാണ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്ത് വെച്ച് ഷമീറിനെയും അതോടൊപ്പം തന്നെ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും അന്വേഷണ സംഘം പിടികൂടിയത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ കൊല്ലത്തെ റൂറൽ ഡാൻസ് ഓഫ് സംഘവും കൂടി ചേർന്നാണ് ഈ സംഘത്തെയും അതോടൊപ്പം തന്നെ ഷമീറിനെയും കണ്ടെത്തിയതും പിടികൂടിയതും. പിന്നീട് മലപ്പുറം ജില്ലയിലേക്ക് വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷമീറിനെ ഒരു സംഘം ആളുകൾ ഇന്നോവ കാറിൽ എത്തിയ സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. ചൊവ്വാഴ്ച രാത്രി ഏകദേശം 8 മണിയോടുകൂടിയാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത്. ഷമീർ അങ്ങാടിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നത് വഴിയിലാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. GLP സ്കൂൾ, പാണ്ടിക്കാട് GLP സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. ആ സംഭവത്തിലെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. വിദേശത്തു നിന്നുള്ള സാമ്പത്തിക ഇടപാടാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നാണ് പ്രാഥമികമായ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യലൊക്കെ വരും മണിക്കൂറുകളിൽ നടക്കും. കാരണം നിലവിലിപ്പോൾ ഷമീറിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷമീറുമായി സംഘം മലപ്പുറത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും എല്ലാം തന്നെ ഉണ്ടാവുക. ഷമീറിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മോചനദ്രവ്യം 1 കോടിയിലേറെ രൂപ മോചനദ്രവ്യം ഈ സംഘം ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ ഷമീറിനെ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും. ശരി ശിവദാസ്, മലപ്പുറത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസിയെ കൊല്ലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹത്തെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നതിലൂടെയായിരിക്കും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക.